ഹലോ മച്ചന്മാരെ, അപ്പേ എൻ്റെ ഒരു വയസ്സ് ഒന്നുണ്ടാ. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ കേട്ടോ യൂട്യൂബിൽ. ഇത് വ്ളോഗാണ്. വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ വ്ളോഗൊന്നും ചെയ്യാൻ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് നടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. വൈഫിൻ്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എൻ്റെ ഈ താടി ഉണ്ടാവും. ഈ താടി ഞാൻ അങ്ങനെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷേവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം താടിയൊന്നും ഇല്ലട്ടോ എനിക്ക്. പിന്നെ ഏകദേശം 4 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ ഷേവ് ചെയ്യാറില്ല. ട്രിം ചെയ്ത് കൊടുക്കുക, ഷേപ്പ് ചെയ്യുക, അത് മാത്രമേ ഞാൻ ചെയ്യാറില്ലായിരുന്നു. കാരണം അവർക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം താടി ഇങ്ങനെ പഠിച്ച് നടക്കുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇപ്പം നിലവിൽ ഞാൻ ഇങ്ങനെ താടി പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രാൻഡ്രഫ് കയറിയിട്ടുണ്ട്. ഒരു രക്ഷത്തിൽ ട്രാൻഡ്രഫ് നല്ലോണം കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താടി പഠിച്ചിട്ട് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല, അവളുടെ വീട്ടിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ള അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് താടിയൊക്കെ പഠിച്ചിട്ട് അവളെ പോയി ഒന്ന് കാണിച്ചിട്ട് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കട്ടെ. താടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കില്ലറ്റിൻ്റെ ഒരു ഷേവിങ് ബ്ലേഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇടാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ട് നമുക്കൊന്ന് നൈസായിട്ട് താടിയൊക്കെ പഠിക്കാം. അതായത് അമ്മ സാധനമൊക്കെ എടുത്തിട്ട് പഠിക്കാൻ പോകണേണ്ട. അപ്പം എന്തായാലും നമുക്കിത് പഠിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോളേ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നനച്ച് പതപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഷേവ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഷേവിന് കിടക്കാം. ഏകദേശം ഒരു 4 കൊല്ലം ഉണ്ടാവും അങ്ങനെ ഷേവ് ചെയ്തിട്ട് ട്രിം ചെയ്ത് കൊടുക്കാറൊക്കെ പതിവുള്ളൂ. നോക്കാം അങ്ങനെ ഉണ്ടാവും. ഇതിനിപ്പോൾ എന്താവും അറിയാൻ പോലെ അവിടെ ഇങ്ങനെ തീറ്റി കയറ്റുന്നാവും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് പഠിച്ച് കാണാം. ഓക്കെ മച്ചാപ്പരെ ഇപ്പോൾ താടിയെ കുടിച്ചിട്ട് ഈ പരിപാടിൻ്റെ ഇടാം. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകണേണ്, അവളുടേക്ക് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് അവരുടെ റിയാക്ഷൻ നോക്കാം. അവൾ മാത്രമല്ല, അപ്പോൾ അവളുടെ അമ്മയും ചേട്ടത്തിയും അളിയനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ റിയാക്ഷൻ എങ്ങനെ നോക്കാട്ടെ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ വെച്ച് കാണാം. ഓക്കെ, അമ്മ അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താ നോക്കട്ടെ. എനിക്ക് ഇതേടോ അഭിപ്രായം കണ്ട് തരണോടാ, പല മാറ്റോടാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഷോകളേ കുഞ്ഞപ്പ മനസ്സിലായില്ല. അവനുണ്ടാ പിടിച്ചു അയ്യ അത് വേണ്ട, അത് വേണ്ട. മനസ്സിലായി കൊച്ചിനെ മനസ്സിലായില്ല ഗൈസ്. വാ
വന്നില്ലേ ഇഷ്ടപ്പെട്ട അഞ്ചു എങ്ങനെയുണ്ട് അഞ്ചു താലി പിടിച്ചിട്ട് ആരെ പോലെ ഇങ്ങടെ നോക്കി പറ ഇങ്ങടെ നോക്കി പറ ഇങ്ങടെ നോക്ക് മാറ്റണ്ടാ നീ താലി പിടിച്ചിട്ട് പിണങ്ങിയതിന് കണ്ടിട്ടില്ല വേറെ എനിക്ക് പൊക്കാനും ഉപയോഗിക്കുന്നു മഞ്ചേരിയോട് വല്ലാണ്ട് പ്രതീക്ഷിച്ച് ഓഫ് ചെയ്യാൻ പറ അണ്ണ മാമന്റെ അടുത്ത് ഓഫ് ചെയ്യാൻ പറ അണ്ണ ഓഫ് ചെയ്യാൻ പറ അണ്ണ എന്താടാ ഒരു വികാരം ഇല്ലാണ്ടിരിക്കണോ താടി മേടിച്ചൊക്കെ വന്ന് കാണിച്ചിട്ട് വഴക്കിട്ടിരിക്കണ കഴിച്ചു അഞ്ചു നോക്കി അഞ്ചു എന്ത് വാങ്ങാൻ